നമസ്കാരം. എന്തൊക്കെയാണല്ലേ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ആകപ്പാടെ കുറച്ച് സ്ഥലവുമുണ്ട്. എന്നാൽ ഈ സ്ഥലത്ത് അരങ്ങേറുന്ന സംഭവങ്ങളോ ഈ എൻ്റയർ ഗ്ലോബിലും നടക്കാത്ത അത്ര കാര്യങ്ങളാണ്. അത്രയും മോശപ്പെട്ട കാര്യങ്ങളാണ് ഓരോ ദിവസവും കഴിയുന്തോറും നമ്മുടെ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് കേരളത്തിൽ ജീവിക്കാൻ അഭിമാനമാണ് എന്ന് പറയുമെങ്കിൽ ഇപ്പൊ അപമാനമാണ് എന്ന് പറയേണ്ട അവസ്ഥയാണ്. അത്രയും വൃത്തികെട്ട തേർഡ് റേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഇതൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ശരിക്കും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് അതിനകത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ പിടിച്ചു കുലുക്കിയത് സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറയുന്ന ഒരു കാര്യമായിരുന്നു. എന്നാൽ അതേപോലെ ഒരു പവർ ഗ്രൂപ്പ് നമ്മുടെ നാട്ടിലുണ്ട്. ആ പവർ ഗ്രൂപ്പാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളെയും കോർഡിനേറ്റ് ചെയ്യുകയും അതിന്റെ പല കാര്യങ്ങളും പല തീരുമാനങ്ങളും എടുക്കുന്നത് ആ പവർ ഗ്രൂപ്പാണ്. ഈ പവർ ഗ്രൂപ്പിലെ അംഗങ്ങൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസ് ഫോഴ്സിലെ തന്നെ ഏറ്റവും മികവുറ്റ മോളിൽ നിൽക്കുന്ന ടോപ്പിൽ നിൽക്കുന്ന മേധാവികളാണ്. കഴിഞ്ഞ ദിവസം PV അൻവർ MLA മാനസാന്തരം സംഭവിച്ച് അയാൾ കുറെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞല്ലോ. അതിനകത്ത് ഏറ്റവും മെയിൻ കൾപ്രിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ADGP MR അജിത് കുമാറിന്റെ കാര്യമാണ്. അതായത് പോലീസ് ഫോഴ്സിലെ ടോപ്പ് ഉദ്യോഗസ്ഥനാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അദ്ദേഹം പണി കഴിപ്പിക്കുന്ന ഒരു വീടിന്റെ കാര്യവും വാർത്തയിലൊക്കെ വന്നതാണ്. 3 നില വീടാണ്. ഏതാണ്ട് 6000-ഓ 7000-ഓ സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഒരു വീട്. അതിനകത്ത് സ്വിമ്മിംഗ് പൂൾ വരെ ഉണ്ട്. അപ്പോൾ ഒരു ADGPക്ക് ഇത്രയും വലിയൊരു മണിമാളിക പണിയാൻ വേണ്ടിയിട്ട് എവിടുന്നാണ് കാശ്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സോളാർ കേസ് മുതൽ ഈ നാട്ടിൽ നടക്കുന്ന വലിയ വാർത്തകളായിട്ടുള്ള മിക്ക കേസിലും ഇവരൊക്കെയാണ് ഇടപെട്ടേക്കുന്നത്. അത് പലതും ഒതുക്കി തീർക്കുകയും അതിലൂടെ പല രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കി എടുക്കുകയും ചെയ്തത് ഈ പോലീസ് ഫോഴ്സിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ്. അത്രയും വൃത്തികെട്ട കാര്യങ്ങളൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അത്ര വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ഈ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഭരണമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊരു സംശയവും വേണ്ട. അത്രയും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഭരണമാണ്. എല്ലായിടത്തും കട്ടുമുടിച്ച് ആകെപ്പാടെ തകർത്തെറിഞ്ഞൊരു പരുവമായി. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വശത്ത് ദുരിതാശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് കൈയിട്ടുമായിരുന്നു, മറുവശത്ത് വികസനമാണ് എന്ന് പറഞ്ഞ് അവിടുന്ന് കൈയിട്ടുമായിരുന്നു. അതുകൂടാതെ തന്നെ നമ്മുടെ കേരളത്തിന്റെ ജോഗ്രഫിയും അറ്റ്മോസ്ഫിയറും ആകെ തകിടം മറിഞ്ഞു കിടക്കുന്നു. പെൻഷൻ ഇല്ല, പെൻഷൻ കാശ് കൊടുക്കുന്നില്ല, ശമ്പളം പോലും കൊടുക്കുന്നില്ല. എല്ലാം ഒരുമാതിരി ടോട്ടലി തകർന്ന അവസ്ഥയിലാണ്. ഒന്നും നേരെ ചൊവ്വേ പോകുന്നില്ല. മലയാളികൾ ഭയങ്കര പ്രഗത്ഭരാണ് എന്ന് പറഞ്ഞ് അഭിമാനിച്ച് ആ അഭിമാനം മാത്രമേ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളൂ. ആ അഭിമാനവും ലാസ്റ്റ് പണയം വെക്കേണ്ട അവസ്ഥ വരും. ആ രീതിയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഈ ഭരണം അങ്ങ് മാറ്റി വേറെ ആരുടെങ്കിലും കൈ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാലോ പ്രതിപക്ഷമുണ്ടോ? നല്ലൊരു പ്രതിപക്ഷവുമില്ല. ഇവിടെയുള്ള 3 രാഷ്ട്രീയ പാർട്ടികളും കണക്കാണ്. 3ലും കഴിവുള്ള ആരുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ആരുടെ കയ്യിലേക്ക് ഭരണമാണെങ്കിലും ആരുടെ കയ്യിലേക്ക് മാറ്റി കൊടുക്കും? മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തകർന്നടിഞ്ഞ് തരിപ്പണമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പൊ കേരളത്തിൻ്റെത്.